എടാ നിനക്ക് അമേരിക്കയിൽ ഒരു കൂട്ടുകാരനല്ലേ മറ്റേ രാഹുലേട്ടൻ? പുള്ളി ഭയങ്കര കോടീശ്വരനല്ലേ? ഒരു നാൾ ഞാൻ നിന്നെ പോലെ വളർന്നു വലുതായി. പിന്നെ വളർന്ന് പിന്നെയും വളർന്ന് ആരടി ഓടി പൂമ്പാറ്റ പോലെ നമുക്കേ എന്താ പറഞ്ഞേ? പുള്ളിയുടെ അടുത്ത് പറഞ്ഞാലോ എന്നെ നായികയാക്കി ഒരു പടം എടുക്കാന്ന്? വാട്ട് യു വാണ്ട്? ഏതാ വന്നേ നീ? അയ്യോനോ അതൊക്കെ സെറ്റാക്കി തരാം. ആ. പക്ഷെ ഒരു ഹെൽപ്പ് വേണം. എന്തു ഹെൽപ്പ്? അതൊക്കെ പറയാം. നമ്മുടെ വല്യപ്പന്റെ അലമാരിക്കകത്ത് ഒരു സിംഗിൾ മാർട്ട് സ്കോച്ച് വിസ്കി ഉണ്ട്. അതൊന്ന് പോക്കി തരാൻ പറ്റുമോ? ആശാന്റെ ഷെൽഫിലെ കുപ്പി പൊക്കിയിരിക്കണം. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? പ്രശ്നമൊന്നുമില്ല. അതെ, 5 മിനിറ്റ് നീ പവർ ഓഫ് ചെയ്ത് തരണം. അതൊക്കെ ഞാൻ എന്നാ നിന്റെ വേഷത്തിന്റെ കാര്യം ഞാനും ഏറ്റു. മണ്ടൻ. ഹലോ യെസ്. ഹലോ രാഹുൽ ബ്രോ, എന്തുണ്ട്? ഹൗ ഇസ് അമേരിക്ക? പിന്നെ നല്ല സുഖ. ആരാ? ഞാൻ നാൻസി റാണി, ഷൈബന്റെ കസിൻ, കോട്ടയത്തെ. കാര്യം പെട്ടെന്ന് പറയൂ. ഞാൻ കസിനോയിലാണ്, ബിസിയാണ്. ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാൽ എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. എനിക്ക് വേണ്ടി ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് തരാമോ? എനിക്ക് നായികയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയായിരുന്നു. കുട്ടി, ഞാൻ ഭയങ്കര തിരക്കാണ്. ചാരിറ്റിക്ക് സമയമുണ്ട്, ഞാൻ ചെയ്യാം. പക്ഷേ ഞാൻ ബുർജ് ഖലീഫ അമേരിക്ക പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഞാൻ ഒരു ഓൾഡ് മാൻ വെറുതെ ചെയ്യുവാണ്. പ്ലീസ് ഹലോ ഞാൻ പറഞ്ഞതല്ലേ, എല്ലാ അപ്പനും അമ്മയ്ക്കൊക്കെ എനിക്ക് അപ്പച്ചൻ കഴിവറ. ഹലോ രാഹുൽ കട്ടിയല്ലേ? ഹലോ ഹലോ രാഹുൽ കട്ടി. ഒത്തില്ല, ഇതിൽ നടക്കട്ടെ. ഓ, എഴുതിട്ട് പോടാ. കറണ്ട് പോയോ? വിളിക്കണം. അയ്യോ, ഇനി ഒന്ന് ഫേഷ്യൽ ചെയ്യണം. അറിയണ്ടോ? ഭയങ്കര വെളിച്ചം, ഒന്നും കാണാൻ പറ്റുന്നില്ലേ? കാണല്ലേ? ആരാ? കണ്ട്. ഞാൻ ചക്കരയാ. ആ, നിന്നെ തന്നെ കിട്ടണ്ടേ. അതെ, നാളത്തെ ഡയലോഗൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. ഇങ്ങോട്ട് വാടാ, വാ. ഈ വട്ടനെ കൊണ്ട് ആശാന്റെ ഷഡ്ഡി. കള്ളനോ? ഏത് നായിന്റെ മോനാണെങ്കിലും ഞാൻ വിടില്ല. അപ്പാ, ഞങ്ങൾ ഇറങ്ങാട്ടോ. അപ്പന്റെ വേടി തീർന്നല്ലേ? ഏതായാലും നാടകം പൊളിഞ്ഞു, നാട്ടുകാർ രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ പോയിട്ട് വരാം. സോറി സോറി സോറി, ഞാൻ ഓർത്തില്ല. ഇവിടെ അടുത്തൊരു ഓഡിഷൻ. കാലിക്കറ്റ്. കോഴിക്കോടോ? ആ, അതെ, ഞാൻ വണ്ടി എടുക്കുവാണേ. ഞങ്ങൾ കാലിക്കട്ടാ. ഇതുവരെ ഓഡിഷൻ കഴിഞ്ഞോ? നേരത്തെ രജിസ്റ്റർ ചെയ്തായിരുന്നോ? അയ്യോ, അങ്ങനെ പറയല്ലേ പ്ലീസ്. ഒന്ന് വിളിച്ചു പറയാം. പറഞ്ഞിട്ട് ഒരു കാര്യമല്ലോ ചോദിച്ചാൽ. ഒന്നാമത് കൂടുതൽ കലിപ്പ. ഇനി അതിന്റെ തീർച്ചയായും ഞാൻ കേൾക്കേണ്ടി വരും. ഇവിടെ നിൽക്കാൻ ഞാൻ പരപ്പര. നീ എന്റെ ജീവിതം നശിപ്പിച്ച തെണ്ടി. ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് സുഖമായിട്ട് മുന്നോട്ട് പോകാന്ന് കരുതണ്ട. നീ എന്റെ ജീവിതം നശിപ്പിച്ചത് കള്ളക്കഴിവരുടെ മോനെ. ഞാനോ? നീ എന്നെ പീഡിപ്പിച്ചില്ലേ? ഞാനാണോ? അല്ല, അങ്ങനെയല്ല. അല്ലടോ, ഞാൻ അവന്റെ അമ്മയുടെ ഒരു ഓഡിഷൻ. പെണ്ണും പിടിക്കല നാറി. മീറ്റ് വെക്കാൻ വേണ്ടി കൊച്ചിയിലെ ഓഡിഷന് വലിയ കാര്യമൊന്നും ഉണ്ടായില്ലേ? അതെ, ഞാൻ ഓഡിഷന് നിൽക്കുവാണ്. ഓക്കെ.
ഒരു പിടി പുണ്യാത്മാക്കളുടെ ശേഷക്രിയ ഏറ്റുവാങ്ങിയ വളർത്തിട്ട് മാധവൻ നമ്പ്യാർ ജന്മങ്കിൽ ജനിച്ചു മരിച്ചാലും തീണ്ടാപ്പാടകലെയാണ്. അതുകൊണ്ട് നീ പോ. സാറേ എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. നിനക്കുള്ളത് തരാട്ടോ. കോപ്പ് താൻ എവിടെ നോക്കി നിൽക്കടോ? സോറി സർ, ഞാൻ കണ്ടില്ല, അതുകൊണ്ട്. ഹീറോയിൻ്റെ ആണോ ഹീറോയിൻ്റെ ആണോ ഓഡിഷൻ നടക്കണേ? സോറി സർ, സോറി സർ. സാറ് വെറുതെ ടെൻഷൻ അടിക്കണം, നമുക്ക് ശരിയാക്കാം. താനത് സംസാരിക്കണ്ട. തൻ്റെ ഒരു കോപ്പിലെ ഓഡിഷൻ ഇനിയിപ്പോൾ എൻ്റെ കൂളിംഗ് ഗ്ലാസും വെച്ച് ഇറങ്ങിയിരിക്കുക. ക്യാമറമാൻ അത്ര. സർ, എൻ്റെ പേര് നാൻസി. ഞാൻ ഓഡിഷനായിട്ട് വന്നയാ. ഓഡിഷനോ? സോറി സർ, ഞാൻ കോട്ടയത്ത് നിന്ന് വന്നയാ. അതാ ലേറ്റ് ആയപ്പോൾ സർ. എത്ര മണിക്കാ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു? സോറി സർ, ജസ്റ്റ് ഒരു 5 minutes തന്നാ മതി സർ. പ്ലീസ് സർ, പ്ലീസ് ഒന്ന് പറഞ്ഞു. സർ, ഒന്ന് പറ പ്ലീസ്. അനുട്ടാ, ഞാൻ നിൽക്കണോ അവിടെ? ഇയാൾ ഒരുത്തരം എന്റെ ജീവിതം നശിപ്പിച്ചേ. വെക്കണ ഫോൺ. ഞാൻ വിളിക്കാം. ഞാൻ എന്ത് തെറ്റാ തന്നോട് ചെയ്തത്? പുറകെ നടക്കുന്ന സമയത്ത് ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ. തലയിലാവുന്ന അറിഞ്ഞപ്പോഴത്തേനും കൂട്ടാന്ന് വിചാരിച്ചോ? ആ, അങ്ങനെ തന്നെ വിചാരം ഉണ്ടെങ്കിലേ അത് മനസ്സിൽ വെച്ചിരുന്നാ മതി. ഞാൻ താൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചിട്ടല്ലേടോ തന്റെ പുറകെ തന്നെ. ഇപ്പൊ വിളിച്ച ഫോൺ എടുക്കാൻ പറ്റില്ല, മെസ്സേജ് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ശല്യായോ? ഇതിലൊക്കെ തീരുമാനം ഉണ്ടാക്കിയിട്ട് താൻ എവിടെങ്കിലും പോയാൽ മതി. സർ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഞാൻ ഇതിലെ ലൈനാ പറഞ്ഞ. കൊള്ളാം. താങ്ക് യു സർ. എനിക്ക് സെലക്ഷൻ കിട്ടി. എന്ത് സെലക്ഷൻ? ഇന്ന് വോയിസ് ലെവൽ ഓഡിഷൻ കിട്ടി. കൺഗ്രാറ്റ്സ് പറ. കൺഗ്രാറ്റുലേഷൻ. ആ, പോക്കോ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പപ്പ മമ്മി ലൈഫിന്റെ പ്രശ്നം കർത്താവിൻ്റെ അടുത്തൊന്ന് റെക്കമെൻഡേഷൻ ചെയ്യണം കേട്ടോ. ഇതല്ലടോ സ്ക്രിപ്റ്റ്. ഓ ചേട്ടാ, എൻ്റെ ആദ്യത്തെ ഫിലിം നല്ല സൂപ്പറായിട്ട് ചെയ്തായിരുന്നേ. പിന്നെന്താ, ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ പിന്നെ നിലത്ത് നിന്നിട്ടില്ല, അത്രയ്ക്ക് രാശിയാ. പിന്നെ ചേട്ടനെ മമ്മൂക്കയ്ക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? മമ്മൂക്കയ്ക്ക് പിന്നെ അല്ല. പിന്നെ മമ്മൂക്കൊക്കെ എന്തിനാ മേക്കപ്പ്? അത് ശരിയാ, അത് കറക്റ്റാ. പിന്നെ ഞങ്ങളുടെ സമാധാനം. പിന്നെ ഞാനെന്താ ചുമ്മാ ഇരിക്കണം ചെയ്യങ്ങോട്ട്. ആ മോളെന്താ കണ്ണു കലങ്ങ? കോൺഫിഡൻസ് അല്ലേ? ഓക്കെ, പോയി ബെസ്റ്റ് ആയിട്ട് ചെയ്തു. ഓക്കെ, അപ്പോ ഓക്കെ എന്നാ. പുതുമുഖമാണ്, ഐശ്വര്യത്തിന് വേണ്ടിയാ. ഐശ്വര്യ മതി. എടോ അതൊരു അയാളടുത്ത് പോകാൻ പറയടോ. ആർട്ടിസ്റ്റ് എവിടെ? ടെൻഷൻ ഉണ്ടോ? ഇല്ല, ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. അങ്ങോട്ടോ. 12/1, take 1. ആർട്ടിസ്റ്റ് റെഡി? ക്യാമറ ആക്ഷൻ. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്നറിയില്ല, ചങ്ക് പെടപെടാന്നിരിക്കുന്നു. എക്സൈറ്റ്മെന്റ് കൊണ്ടായിരിക്കും. നോക്കിക്കും, ഈ ഒറ്റ ഷോട്ട് കൊണ്ട് ഞാൻ ആ ഡയറക്ടറെ ഞെട്ടിക്കും. പക്ഷെ ഞാൻ അറിഞ്ഞില്ല. ഇറ്റ് വാസ് എ റെഡ് ലെറ്റർ ഡേ ഫോർ മീ.
എക്സ്ക്യൂസ് മീ, നാൻസി റാണി എന്നൊരു പേഷ്യൻറ്റ്. നാൻസി റാണി, ഒരു മിനിറ്റ്. ഡോക്ടർ സേവിയറിനെ മീറ്റ് ചെയ്യണേ, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. റൈറ്റ് സൈഡ് ലാസ്റ്റ്. Hello, sister. Please have a seat. So you are the closest relative of Nancy Rani, right? See, Nancy Rani ഇവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ബ്ലഡ് സാമ്പിൾസിലുള്ള ഒരു വേരിയേഷൻ കൊണ്ടാണ് ബയോപ്സിക്ക് അയക്കാൻ തീരുമാനിച്ചത്. സാഡ് ടു സേ, റിസൾട്ട്സ് ആർ പോസിറ്റീവ്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലുക്കീമിയ. സിസ്റ്ററെ, ആ ചേച്ചി, എന്നാ ഇത് പെണ്ണുപിള്ളേന്റെ ഫോണൊന്ന് തന്നെ. ചുമ്മാ അടങ്ങി ചോദിച്ചേ, വയ്യാത്ത കൊച്ചായി പോയി. അതെ, എനിക്ക് അസുഖമൊന്നുമില്ല. അറിയാം, ചുമ്മാ പറഞ്ഞതാ. എന്റെ ഫോൺ തരാം. ക്ലാരമ്മ എന്താ ഇവിടെ? ഇത് കണ്ടോ, ഞാൻ അവിടെ ബോധം കെട്ട് വീണെന്ന് പറഞ്ഞു ഇവിടെ പിടിച്ചിരുത്തി ഉള്ള ടെസ്റ്റും ചെയ്തിട്ട് എന്റെ ഫോൺ പോലും തരുന്നില്ല. ഒന്ന് പറയാന്നേ, അവിടെ ഷൂട്ടിംഗ് സെറ്റ് എല്ലാരും വെയിറ്റ് ചെയ്യല്ലേ. എന്താ ക്ലാരമ്മ എന്താ കരയാണോ? ഞാൻ ഡോക്ടറെ പോയി കണ്ടിരുന്നു. ഏത് ഡോക്ടർ? ഓങ്കോളജിസ്റ്റാണ്. എനിക്കെന്താ വല്ല ക്യാൻസർ ഉണ്ടോ? ഹായ് ജനിമോളെ, ഹായ് പാ. എന്നതാ പരിപാടി? ചുമ്മാ നിക്കുവാ. ഞാനൊരു സൂത്രം തരട്ടെ. ബ്ലൂ ഓർ റെഡ്? ബ്ലൂ. എന്നാ കണ്ണടയ്ക്ക്. ആ, ഓം ക്രീം കുട്ടി ജനിക്കൊരു ബ്ലൂ റോസ്. ഇഷ്ടായോ? ഓക്കെ. ഹൗ ആർ യു? ആരാ? ആ, നല്ല ചോദ്യം. പറയാം. ഞാൻ ഡോക്ടർ ഈപ്പൻ എബ്രഹാം. ചിലരെന്നെ ഈപ്പൻ ഡോക്ടർ എന്ന് വിളിക്കും, ചില വട്ടന്മാരെന്നെ വട്ടൻ ഡോക്ടർ എന്നൊക്കെ വിളിക്കും. ബേസിക്കലി ഐ എം ഹിയർ ഫോർ കൗൺസിലിംഗ്. ഓ, ഈ ഒരു ഇരിപ്പ് കണ്ടിട്ട് ഇപ്പം തന്നെ പോകാനുള്ള പ്ലാനാണോ? നമുക്കിതൊക്കെ ഒന്ന് മാറ്റണ്ടേ? ഡോക്ടർ പ്ലീസ്, എനിക്ക് കൗൺസിലിങ്ങിനൊന്നും ആവശ്യമില്ല. പ്ലീസ് ലീവ് മീ അലോൺ. ശരി, ഒരു കാര്യം ചെയ്യും. തൽക്കാലം ഞാൻ പോവാം, പക്ഷേ ഇനി ഞാൻ വരും. അങ്ങനെ വന്ന് 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 ഞാൻ സെറ്റാക്കും. ഇറങ്ങിപ്പോണം. താങ്ക് യു. ഹായ് മോളെ. ഹായ്. ഹൗ ആർ യു ഫീലിംഗ് ടുഡേ? കുഴപ്പമില്ല. യു ആർ ഗെറ്റിംഗ് ബെറ്റർ. എല്ലാം ഓക്കെയാണ് കേട്ടോ. ആൻഡ് ഹൗ ആർ യു ഫീലിംഗ്? കുഴപ്പമില്ല, ഇടയ്ക്കൊരു തലവേദന പോലെ വരാറുണ്ട്. അത് സാരമില്ല, മെഡിക്കേഷൻ്റെ സൈഡ് എഫക്റ്റാണ്, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ. ഡോക്ടറെ, എനിക്കൊരു കംപ്ലൈൻറ്റ് പറയാനുണ്ടായിരുന്നു. ആ കൗൺസിലർ ഡോക്ടറില്ലേ, പുള്ളി എനിക്ക് എന്തോ ഒരു ഫ്ലോട്ട് പോലെയാണ് തോന്നിയത്. അയാളുടെ അടുത്ത് എൻ്റെ റൂമിലോട്ട് വരണ്ടെന്ന് പറയുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. അല്ലല്ല, എനിക്ക് തോന്നിയതാ പുള്ളിയുടെ സംസാര രീതിയെല്ലാം ഒരു അത്ര ശരിയില്ലാത്ത പോലെ. അത് മോക്ക് ഈപ്പനെ അറിയാഞ്ഞിട്ടാ. ഹീസ് ഗോട്ട് എ പാസ്റ്റ് ഇയർ. ഹലോ. അതൊക്കെ ഞാൻ പറയാം. പിന്നെ എവിടെ മൂത്രമൊഴിക്കാൻ പറ്റും? ആ, മലയാളിയാ. എനിക്ക് മലയാളം അറിയാം. ദേശം ഏതാ? റഷ്യ. എന്നാ പിന്നെ റഷ്യയെ ക്ലീനപ്പ് ചെയ്താൽ പോരെ. പാവങ്ങളായ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറണം. ബൈ ദ വേ, ഐ ആം ഡോക്ടർ ഈപ്പൻ. വാട്ട്സ് യുവർ ഗുഡ് നെയിം? Are you trying to flirt with me? ഫ്ലേർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പറ്റില്ലല്ലോ.
ഭാവിയിലൊരു ഉമ്മ തരണേ, പറഞ്ഞു വന്ന് തരേണ്ടി വരും. Teresa. Hey. Sweetheart. Teresa. Hey, you have to go. It's your dream. നിന്നെ വിട്ടിട്ട് ഞാനിങ്ങനെ പോകും.